നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമൊക്കെ നിരവധി പ്രക്ഷോഭങ്ങളിലൂടെയും സമരമുറകളിലൂടെയും നേടിയെടുത്തവയാണ്. ഇന്നും നിരവധി പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്നുമുണ്ട് നീതിക്ക് വേണ്ടി. ഒരു കാലത്ത് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പലരുടെയും ജീവന്റെ വിലയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം തന്നെ. എന്നാൽ ഈ സമരമുറകൾക്കും പ്രക്ഷോഭങ്ങൾക്കും പറയാൻ ഒരു ചരിത്രമുണ്ട്. ലോകത്തിലെ ആദ്യത്തെ പണിമുടക്കിന്റെ ചരിത്രം. മനുഷ്യരെല്ലാവരും തുല്യ അവകാശങ്ങളോടും അന്തസ്സോടും സ്വാതന്ത്ര്യത്തോടും കൂടി ജനിച്ചവരാണ്. ലോകത്തെ സകല മനുഷ്യരും ജാതി, മതം, നിറം, ഭാഷ, ലിംഗം, രാഷ്ട്രീയം, സ്വത്ത്, കുലം എന്നിവ കണക്കാക്കാതെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും അർഹരാണ്. ഒരാളെയും അടിമയാക്കി വെക്കാൻ പാടില്ല. ഹോമോസാപ്പിയൻസ് എന്ന വർഗം അതിന്റെ ചരിത്രത്തിൽ നടത്തിയ അതിസുന്ദരമായ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണിത്. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനം. പുതുതലമുറയ്ക്ക് ഇത് വായിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത തോന്നണമെന്നില്ല. എന്നാൽ പ്രഖ്യാപന കാലത്ത് പോലും ഇതിലെ പല നിർദ്ദേശങ്ങളോടും കടുത്ത വിയോജിപ്പുള്ള ജനസമൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് അതിന്റെ തിളക്കം കൂടുന്നത്. 13,000 വർഷത്തിലേറെ പഴക്കമുള്ള മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ തുല്യ അവകാശം, അന്തസ്സ്, സ്വാതന്ത്ര്യം തുടങ്ങിയ ആശയങ്ങൾ കടന്നു വന്നത് പരമാവധി 300 വർഷത്തിനുള്ളിലാണെന്ന് വിശ്വസിക്കാനാവുമോ? മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന ചിന്ത പോലും ഏറ്റവും ആധുനികമാണ്. ഈ ചിന്തയിലേക്ക് നടന്നെത്താൻ കുറെ ചോരപ്പുഴകൾ നീന്തേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് നേടിയ പല അവകാശങ്ങൾക്കും പിന്നിൽ നിരന്തര പോരാട്ടത്തിന്റെ ചരിത്രവുമുണ്ട്. മനുഷ്യചരിത്രം പോരാട്ടങ്ങളുടെയും വർഗസമരങ്ങളുടെയും ചരിത്രമാണെന്ന മാർക്സിസ്റ്റ് ചരിത്ര വിശകലനത്തോട് ഒത്തുപോകുന്നതാണ് നാം കടന്നു വന്ന വഴികൾ. മനുഷ്യന്റെ സഹജമായ സ്വാതന്ത്ര്യ ബോധം ഉണർന്നതോടെയാണ് സമരങ്ങളും ഉണ്ടായത്. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും അതത് കാലത്തെ യാഥാസ്ഥിതിക ചിന്തകളോട് പൊരുതി നേടിയതുമാണ്. അതിജീവിക്കാനുള്ള മനുഷ്യകുലത്തിന്റെ വെമ്പലുകളായിരുന്നു ഓരോ സമരങ്ങളും. എന്തൊക്കെയാണ് നമ്മൾ സമരം ചെയ്ത് നേടിയത്? ചരിത്രത്തിലെ ആദ്യത്തെ പണിമുടക്കായി അറിയപ്പെടുന്നത് BCE 1170 ഫറോവ റംസസ് മൂന്നാമനെതിരെ പിരമിഡ് പണിക്കാർ നടത്തിയതാണ്. പിരമിഡ് നിർമ്മിച്ചതിന് മതിയായ കൂലി നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു അന്ന് ആ പണിമുടക്ക്. ഒരുപക്ഷെ കൂലിയുടെ പേരിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഇതായിരിക്കാം. ദ്രവിച്ചു തുടങ്ങിയ പാപ്പറസിൽ രേഖപ്പെടുത്തിയ ആ പ്രതിഷേധത്തിന്റെ കഥകൾ അങ്ങനെ ലോകമറിഞ്ഞു. ആ സമരഫലമായി വേതന വർധനവ് അനുവദിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ലോകത്തെല്ലായിടത്തും അധ്വാനത്തിന്റെ ഫലത്തിനായി വൻ പ്രക്ഷോഭങ്ങൾ നടന്നു. സ്പാർട്ടക്കസ് അടിമ കലാപം എന്ന പേരിൽ റോമൻ റിപ്പബ്ലിക്കിനെതിരായി നടന്ന കലാപമാണ് സ്വാതന്ത്ര്യത്തിനും മോചനത്തിനും വേണ്ടി നടന്ന കലാപങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പഴയത്. ആയിരക്കണക്കിന് അടിമകൾ ക്രൂശിക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും അടിമ വിമോചനം എന്ന ആശയത്തിന് കനലാവാൻ ഈ മുന്നേറ്റത്തിന് കഴിഞ്ഞിരുന്നു. അടിമത്തത്തിനെതിരെ ഒരു നിയമം ഉണ്ടാകുന്നത് ബ്രിട്ടനിൽ 1833 ഫ്രഞ്ച് ചക്രവർത്തിമാരുടെ കിരാത ഭരണത്തിനെതിരായി പൊട്ടിപ്പുറപ്പെട്ട ജനരോക്ഷമാണ് ഫ്രഞ്ച് വിപ്ലവമായി പരിണമിച്ചത്. റൂസോയുടെ വിചാരണ വിപ്ലവമാണ് അതിന് തീ പകർന്നത്. ഗില്ലറ്റിൻ ഉപയോഗിച്ച് വിപ്ലവകാരികളെ കൂട്ടക്കൊല ചെയ്യാൻ ഭരണാധികാരികൾ ശ്രമിച്ചെങ്കിലും ജനരോഷം തന്നെ വിജയിച്ചിരുന്നു. ഫ്രഞ്ച് വിപ്ലവം നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ഏകാധിപതിയുടെ ഉദയത്തിന് കാരണമായെങ്കിലും മതേതരവും ജനാധിപത്യപരവുമായ ഒരു റിപ്പബ്ലിക്കിന്റെ കൂടി സ്ഥാപനത്തിന് അത് വഴിതെളിച്ചു. ചരിത്രത്തിലെ പെൺ പോരാട്ടങ്ങളെക്കുറിച്ച് കുറച്ചധികം പറയേണ്ടതുണ്ട്. അനീതിക്കും അസമത്വത്തിനുമെതിരെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടായി കാണുമെങ്കിലും സംഘടിതമായ ഒരു പ്രതിഷേധമായി അതിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അതൊരു പക്ഷേ BCE 470-400 കാലഘട്ടങ്ങളിൽ ഗ്രീസിലായിരിക്കും. അസ്പാസി എന്ന ഗ്രീക്ക് തത്വജ്ഞാനിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സ്വത്തവകാശം, രാഷ്ട്രീയ അധികാരം എന്നീ ആവശ്യങ്ങൾ ഉയർത്തി ചില മുന്നേറ്റങ്ങളുണ്ടായി. അതിന്റെ ചില പരാമർശങ്ങൾ ഗ്രീക്ക് ചരിത്രത്തിലുമുണ്ട്. എന്നാൽ അസ്പാസിസയെക്കുറിച്ചോ ആ മുന്നേറ്റങ്ങളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്വതന്ത്ര ചിന്തയിൽ പാശ്ചാത്യരുടെ കൂടെ ഓടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിലും 1828 ബ്രഹ്മസമാജവും 1875 ആര്യ സമാജവുമെല്ലാം വലിയ വിപ്ലവങ്ങളാണ് ഈ വിഷയത്തിൽ നടത്തിയത്. ബ്രഹ്മസമാജം സ്ത്രീകളുടെ വിവിധ അവകാശങ്ങൾ, സതി നിരോധനം, വിധവാ വിവാഹം എന്നിവയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിരുന്നു. ശൈശവ വിവാഹം നിർത്തലാക്കാൻ ശക്തമായ സമ്മർദ്ദ ശക്തിയായി. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി ഏറെ പ്രവർത്തിച്ച സംഘടനയാണ് ആര്യസമാജം. 1848 പൂനെയിൽ സാവിത്രിഭായ് ഫൂലെയും ഭർത്താവ് ജ്യോതിറാവു ഫൂലെയും ചേർന്ന് പെൺകുട്ടികൾക്കായുള്ള രാജ്യത്തെ ആദ്യത്തെ സ്കൂൾ തുടങ്ങി. കേരളത്തിലാകട്ടെ ശ്രീനാരായണ ഗുരുവിന്റെയും സഹോദരൻ അയ്യപ്പന്റെയും അയ്യങ്കാളിയുടെയും ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെയും ഒക്കെ ദർശനങ്ങൾ വലിയ സാമൂഹിക മാറ്റമുണ്ടാക്കി എന്ന് വേണം പറയാൻ.